സീറ്റ്ന എന്ന് പറയുന്ന പലഹാരം കൊണ്ടുവന്ന് കണ്ണാടി പെട്ടിക്കകത്തേക്ക് അടുക്കി വെക്കുക. അന്നതിൻ്റെ വില ഏതാണ്ട് 3 രൂപയുള്ളെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വില ചോദിച്ചപ്പോൾ പറഞ്ഞു 3 രൂപയാണെന്ന് പറഞ്ഞു. വേണം ചോദിച്ചപ്പോൾ ഞാൻ വേണ്ടാന്നും പറഞ്ഞു. കാരണം 3 രൂപ എടുക്കാൻ കയ്യിലില്ല. ഞാനവിടെ നിന്ന് ഏതോ വഴിക്കൊക്കെ കറങ്ങി തിരിഞ്ഞിട്ട് ഒരു 6 മണിയോടുകൂടി വീട്ടിൽ വന്നു. വീട്ടിൽ വരുമ്പോൾ ഭാര്യ ചായ കൊണ്ടുത്തന്ന കൂട്ടത്തിൽ ഒരു സീറ്റ്നായും ഉണ്ട്. ഒരു ചിന്ത എൻ്റെ മനസ്സിൽ ഇങ്ങനെ കടന്നു വന്നു. തെറ്റാണെന്ന് എനിക്കറിയാം. അത്രയും ചോക്ലേറ്റ് കൊണ്ടുവന്നല്ലോ. എൻ്റെ കാര്യം അവിടെ എല്ലാവരോടും ചെന്ന് പറയുകയും ചെയ്തു. എന്നിട്ട് ഒരെണ്ണം എനിക്ക് എൻ്റെ കുട്ടികൾക്ക് കൊടുക്കാൻ തന്നില്ലല്ലോ എന്ന് ഞാൻ തന്നെ എന്നോടിങ്ങനെ പറഞ്ഞു. ഞാൻ വീട്ടിൽ വന്ന പ്രസിദ്ധമ്മയോട് പറഞ്ഞു, അമ്മയെ മാപ്പ് തരണം, ഞാൻ ആഗ്രഹിക്കാൻ പാടില്ല, അറിയാതെ ആഗ്രഹിച്ചു പോയതാണ്. നേരം വെളുത്തൊരു 11 മണിയായി. ആദ്യമായിട്ടൊരു സഹോദരൻ വീട്ടിൽ വരികയാണ്. അദ്ദേഹം ദുബായിലാണ്. എന്നോട് പറഞ്ഞു, ഒരു സുഹൃത്ത് എനിക്ക് ബ്രദറിൻ്റെ നമ്പർ തന്നതാണ്, അതനുസരിച്ചാണ് ഞാൻ വിളിച്ചതും ഇപ്പം വന്നതും. അദ്ദേഹം വന്ന കാര്യങ്ങൾ അതിനോട് പങ്കുവെച്ചു, പ്രാർത്ഥിച്ചു. അതെല്ലാം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാഗിൽ നിന്ന് 2.5 കിലോ ചോക്ലേറ്റ്. നമ്മുടെ വിചാരങ്ങൾ അറിയുന്ന ദൈവം, നമ്മുടെ ആവശ്യങ്ങൾ നമ്മളെക്കാൾ ഉപരിയായി അറിയുന്ന ദൈവം പരിശുദ്ധ അമ്മയിലൂടെ ആ കരം നീളുകയാണ് നമ്മുടെ ജീവിതത്തിലേക്ക്. ചോറ് വെക്കുവാൻ അരിയില്ലാത്തൊരവസ്ഥയുണ്ടായി. കൈ പൈസയില്ലായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങൾ കുഞ്ഞുങ്ങൾ കൂടി ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചു. അന്ന് രാത്രിയിൽ എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ച് ചോദിച്ചു, ഞാൻ അവിടം വരെ വരട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വരാമല്ലോ എന്ന് പറഞ്ഞു. വന്നത് ഒരു കരിയുമായിട്ടാണ്. ചങ്ങനാശ്ശേരി അതിരൂപത മാമ്മൂട് ലൂർദ് മാതാ ഇടവകാംഗമായ ജോസഫ് കുട്ടിയുടെ ജീവിതം പരിശുദ്ധ അമ്മയുടെ വ്യക്തമായ ഇടപെടലുകൾ നിറഞ്ഞതായിരുന്നു. അദ്ദേഹത്തിന് ആശ്രയം വ്യക്തികളോ പ്രസ്ഥാനങ്ങളോ ഒന്നുമായിരുന്നില്ല, മാതാവ് മാത്രമായിരുന്നു. തൻ്റെ കുടുംബത്തിൻ്റെ നാഥയായി പരിശുദ്ധ അമ്മയെ പ്രതിഷ്ഠിച്ചപ്പോൾ അമ്മ തിരുക്കുമാരനിൽ നിന്ന് അവർക്കാവശ്യമായതെല്ലാം വാങ്ങി നൽകി. പരിശുദ്ധ അമ്മയുടെ ഇടപെടലുകളാണ് തൻ്റെ ജീവിതം എന്നേറ്റുപറയുകയാണ് ഇദ്ദേഹം. തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും യാത്രാവേളകളിലെ വഴിതെറ്റിപ്പോകുന്ന അവസരങ്ങളിൽ വഴികാട്ടിയായി അമ്മ കടന്നുവന്ന അനുഭവങ്ങൾ അദ്ദേഹം പങ്കുവയ്ക്കുന്നു. വർഷങ്ങൾക്ക് മുൻപുണ്ടായ ഈ അനുഭവങ്ങൾ ഇന്നും പച്ചകെടാതെ നിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. വല്ലാർപാടത്ത് പരിശുദ്ധ അമ്മയുടെ ബസലിക്ക പള്ളിയിൽ പോകുവാനൊരു മെസ്സേജ് കിട്ടിയതനുസരിച്ച് ഞാനും ഭാര്യയും 2 കുഞ്ഞുങ്ങളുമായിട്ട് പോകുകയാണ്. 9 മണിയോടുകൂടി ഞങ്ങൾ എറണാകുളം റെയിൽവേ സ്റ്റേഷനിലെത്തി. അതിനുശേഷം എങ്ങോട്ട് പോകണമെന്നൊരു തിട്ടവുമില്ല. ബോട്ടില്ലാതെ മറ്റൊരു യാത്രാ സൗകര്യം അന്നുള്ള കാലവുമല്ല. പലരോടും ചോദിച്ചപ്പോൾ പലരും പല വഴികളാണ് പറഞ്ഞു തന്നത്. അതിലൊരാൾ മാത്രം തിട്ടമായിട്ട് പറഞ്ഞു, ഫോർട്ട് കൊച്ചി ചെന്നിട്ട് വേണം വല്ലാർപാടത്തിന് പോകാനെന്ന്. അങ്ങനെ ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് കടന്ന് വേണം പോകുവാനെന്നും ആ സഹോദരൻ പറഞ്ഞു തന്നു. അങ്ങനെ ഫോർട്ട് കൊച്ചി ചെന്നിട്ടതിന് ശേഷം കടക്കുവാനായി ടിക്കറ്റ് എടുക്കുമ്പോൾ കടത്തുകാരൻ പറഞ്ഞു, ഇതിലെ വല്ലാർപാടം പോകാൻ സാധിക്കുകയില്ല. അപ്പോൾ സമയം രാവിലെ 11 മണി കഴിഞ്ഞു. ഇനി എന്തു ചെയ്യുമെന്ന് ഓർത്ത് ഞങ്ങൾ വളരെയേറെ വിഷമിച്ച് ഒരു സൈഡിലോട്ട് മാറി നിൽക്കുകയാണ്. ഈ സമയത്ത് ഒരു സ്ത്രീ എൻ്റെ അരികിലേക്ക് വന്നിട്ട് ചോദിച്ചു, എന്താണ് വിഷമിച്ച് നിൽക്കുക, എന്താണ് കാര്യം, എന്നോട് പറഞ്ഞുകൊള്ളുക. ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് വല്ലാർപാടത്ത് പള്ളിയിൽ പോകാൻ വന്നതാണ്. എവിടെ നിന്നാണ് വരിക എന്ന് ചോദിച്ചു.
ഞാൻ പറഞ്ഞു ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരികയാണ്. അപ്പോൾ ആ സഹോദരി പറഞ്ഞു ഈ കടത്ത് കിടക്കുവാൻ ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതിലേ പോകാൻ ഒക്കത്തില്ലെന്ന് ആ സഹോദരൻ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അത് സാരമില്ല, എൻ്റെ കൂടെ പോരുക. അങ്ങനെ ആ കടത്ത് കടന്ന് ഈ സഹോദരിയുടെ കൂടെ പോകുകയാണ്. ആകെ ഉള്ളിൽ മനസ്സ് മുഴുവനും ഭയമാണ്. ഞാൻ ഭാര്യയോട് പറഞ്ഞു നമുക്കൊരു പിടുത്തവുമില്ലാത്ത സ്ഥലമാണ്, ഇവരാരാണ്, ഇവരേതാണ്, ഇവരെങ്ങോട്ടാണ് നമ്മളെ കൊണ്ടുപോകുക എന്നറിയില്ല. ഭാര്യ പറഞ്ഞു പരിശുദ്ധ അമ്മയെ അടുക്കിലേക്കാണ് നമ്മൾ പോകാൻ ഇറങ്ങിയത്, അമ്മ നമ്മളെ പള്ളിയിൽ കൊണ്ടുവന്നെത്തിക്കും, നമുക്ക് ജപമാലയല്ല. അങ്ങനെ ഞങ്ങൾ ജപമാല ചൊല്ലിക്കൊണ്ട് ഈ സഹോദരിയുടെ പുറകെ പോകുകയാണ്. കുറേ ഏറെ ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ ഒരു ബസ് സ്റ്റോപ്പിൽ എത്തി. ആ ബസ്സിൽ കയറിക്കോളാൻ പറഞ്ഞു. ഈ സഹോദരിയും കയറി. ഒരു 3/4 മണിക്കൂർ ബസ് ഓടിക്കാണും. അതിനുശേഷം ഒരു സ്റ്റോപ്പിൽ ഈ സഹോദരി ഇറങ്ങി. ഞങ്ങളും ആ സഹോദരിയോട് കൂടെ സ്റ്റോപ്പിൽ ഇറങ്ങി. വീണ്ടും ഞങ്ങൾ നടക്കുകയാണ്. ഈ നടന്ന് ഒരു ബോട്ട് ജെട്ടി ഞങ്ങളെത്തി. ആ ബോട്ട് കൊണ്ടുപോയി ഞങ്ങളെ ഇരുത്തിയിട്ട് സ്രാങ്കിനോട് പറഞ്ഞു ഇവരെ വല്ലാർപാടത്ത് പോലെയുള്ള വാതത്തിൽ ഇറക്കണം. ആദ്യം വരികയാണ് ഇവർ, വഴിതെറ്റി പോകാൻ ഇടയാകരുത്. എന്നിട്ട് എൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് ചോദിച്ചു ഭയം തോന്നുന്നുണ്ടല്ലേ? ഞാൻ ഒന്നും മിണ്ടിയില്ല. വീണ്ടും പറഞ്ഞു ഇനി ഞാൻ പൊക്കോട്ടെ. അതിന് ഞാൻ ഉത്തരം കൊടുത്തില്ല. ആ സ്ത്രീ നടന്നങ്ങോട്ട് നീങ്ങുന്നത് കണ്ടു, പിന്നെ കണ്ടില്ല. ഞാൻ വിശ്വസിക്കുകയാണ് പരിശുദ്ധ അമ്മ തന്നെയായിരുന്നു അത്. ഞങ്ങളെ കൊണ്ട് ബോട്ടിൽ കൊണ്ട് ഇരുത്തിയതും ആ ശ്രാങ്കനെ പറഞ്ഞ് ഏൽപ്പിച്ചതും ഒക്കെ പരിശുദ്ധ അമ്മ തന്നെയായിരുന്നു. ആ ഒരു സംഭവം എൻ്റെ ജീവിതത്തിലെ ആഴ്ചയിൽ ഒന്നെങ്കിലും ഞാൻ ധ്യാനിക്കാത്ത ദിവസമില്ല. ആ ധ്യാനത്തിലൂടെ പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തിലേക്ക്, ആ സ്നേഹത്തിൻ്റെ ആ ആഴം അറിയുവാൻ ഇന്നും എനിക്ക് വളരെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് വേളാങ്കണ്ണിക്ക് പോകണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. വല്ലാർപാടത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോഴും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിരുന്നു യാത്ര. അവിടെയും ഞങ്ങൾക്ക് ഒരു സഹോദരനെ സഹായത്തിന് കിട്ടി. റെയിൽവേ സ്റ്റേഷനിൽ വരുവാനും ട്രെയിനെ ഞങ്ങളെ കയറ്റി ഇരുത്തുവാനും ഞങ്ങൾക്ക് ചങ്ങനാശ്ശേരി വന്ന് ഇറങ്ങുവാനുള്ള ഒരു ട്രെയിൻ ഞങ്ങൾക്ക് സാധിക്കുകയുണ്ടായി. പിന്നീട് വേളാങ്കണ്ണി യാത്രയാണ്. ഒരിക്കൽ അമ്മ പറഞ്ഞു നിന്നെ വേളാങ്കണ്ണിക്ക് കൊണ്ടുപോകാം. 3 വർഷം അമ്മ അതിനുവേണ്ടി എന്നെ ഒരുക്കി. 3 വർഷം വേളാങ്കണ്ണിക്ക് പോകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു ഞാനും കുടുംബസമേതം വരട്ടെ അമ്മയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വേണ്ട, ഇപ്പോൾ നീ ഒറ്റയ്ക്ക് വന്നാൽ മതി. വളരെ ഏറെ നാളത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം പരിശുദ്ധ അമ്മ ഒരിക്കൽ പിന്നെ പറഞ്ഞു നാളെ കഴിഞ്ഞ് വേളാങ്കണ്ണിക്ക് പോകണം, നീ ഒരുങ്ങിക്കോളാൻ പറഞ്ഞു. ഒരെത്തും പിടിയുമില്ല. വേളാങ്കണ്ണിക്ക് ഇതിനു മുമ്പ് ഞാൻ പോയിട്ടുമില്ല, കൈ പൈസയുമില്ല. എങ്കിലും പ്രാർത്ഥന നിർത്തിയില്ല ഞാൻ. 2 ദിവസം കഴിഞ്ഞ് ഒരു സന്ധ്യയ്ക്ക് ഒരു സഹോദരൻ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു നാളെ ഞാൻ വേളാങ്കണ്ണിക്ക് പോവുകയാണ്, ജോസഫോട്ടും കൂടെ പോരണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ സഹോദരൻ വീട്ടിൽ പോയി. പിറ്റേ ദിവസം രാവിലെ എന്നെ വീണ്ടും വിളിച്ചു, വേളാങ്കണ്ണിക്ക് പോയി. അവിടെ 2 ദിവസം താമസിക്കുവാൻ. പരിശുദ്ധ അമ്മയുടെ വലിയ അനുഭവം, വലിയൊരു സാന്നിധ്യാനുഭവം അവിടെ എനിക്ക് അനുഭവിക്കുവാൻ എനിക്ക് സാധിച്ചു. എൻ്റെ വ്യക്തിജീവിതത്തെക്കുറിച്ച്, എൻ്റെ കുടുംബജീവിതത്തെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പരിശുദ്ധ അമ്മ ആ ഒരു രാത്രിയിൽ എനിക്ക് പറഞ്ഞു തന്നു. അതുപോലെ തന്നെ ഒരിക്കൽ വേറൊരു യാത്രാവേളയിൽ ഇതുപോലെ തന്നെ ഒരു സഹോദരിയുടെ സഹായത്താൽ എനിക്ക് വഴിതെറ്റിപ്പോയപ്പോൾ ആ സഹോദരിയുടെ സഹായത്താൽ എനിക്ക് നേർവഴിയിലേക്ക് തിരിച്ചു വരുവാൻ എനിക്ക് സാധിച്ച സംഭവങ്ങൾ, അങ്ങനെ പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ ധാരാളമായിട്ടുണ്ടായിട്ടുണ്ട്. തൻ്റെ ആത്മീയ ജീവിതയാത്രയിൽ താൻ ഇപ്പോൾ സഞ്ചരിക്കുന്ന വഴി ശരിയാണോ എന്ന് ഉറപ്പാക്കാൻ പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിച്ച അദ്ദേഹത്തിന് അമ്മ ഇടപെട്ട് മാർഗനിർദ്ദേശം നൽകിയ അനുഭവം അദ്ദേഹം പങ്കുവയ്ക്കുകയാണ്. എൻ്റെ ആത്മീയ ജീവിതത്തിൽ
നിരന്തരം എന്നെ അലട്ടിയിരുന്ന ഒരു ചിന്തയായിരുന്നു എങ്ങനെ ജീവിക്കും എന്നുള്ള ഒരു ആകുലത. ഈ ചിന്തയിൽ നിന്ന് മോചനം നേടുവാനായിട്ട് തീക്ഷ്ണമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോഴാണ് ഒരു രാത്രി വെളുപ്പിന് 2 മണി വരെയും പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധയമ്മ ഞങ്ങൾക്ക് മെസ്സേജ് നൽകി. ആ പ്രാർത്ഥനയുടെ അവസാനം എൻ്റെ പ്രിയപ്പെട്ടവരോട് തന്നെ പരിശുദ്ധയമ്മ ഇങ്ങനെ അരുളി ചെയ്തു: ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും നീതിയും നിങ്ങൾ അന്വേഷിപ്പിൻ, ബാക്കി നിങ്ങൾക്ക് ചേർത്ത് തരപ്പെടും. ഒന്നിനെക്കുറിച്ചും ആകുലയുക്തരാകാതിരിപ്പിൻ. നിരന്തരമായ പ്രാർത്ഥനയിലൂടെയും ഏകാന്തതയിലുള്ള ഇരുന്നുള്ള പ്രാർത്ഥനയിലൂടെ ദൈവഗീതം എന്തെന്ന് തിരിച്ചറിയുവിൻ. അങ്ങനെ പലപ്പോഴും ആൾത്തിരക്കില്ലാത്ത സ്ഥലങ്ങളിലേക്ക് ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകുമായിരുന്നു. ഏതെങ്കിലുമൊക്കെ നിത്യാരാധന ചാപ്പലിലുമൊക്കെ മണിക്കൂറുകൾ നേരം ഏകാന്തരിരുന്ന് പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് എന്നെ ശക്തിപ്പെടുത്തി. അങ്ങനെ ഒരിക്കൽ 2 നിത്യാരാധന ചാപ്പലിൽ പോയപ്പോഴും അവിടെ എല്ലാം ആൾത്തിരക്കായിരുന്നതുകൊണ്ട് ഇന്നിനിയും വീട്ടിൽ പോകാമെന്ന് ഓർത്തുകൊണ്ട് ഞാൻ പാറപ്പള്ളി വന്നിട്ട് തിരിച്ച് വീട്ടിൽ പോകാമെന്ന് ഓർത്ത് വരികയാണ്. അങ്ങനെ വരുന്ന അവസരത്തിൽ പെട്ടെന്ന് എൻ്റെ മനസ്സിനെ ഒരു ചിന്ത മതിച്ചു. ഞാനിങ്ങനെ നടന്ന് ഞാനൊരു ഭ്രാന്തനാവും. ജോസഫ് കുട്ടിയെ പ്രാർത്ഥിച്ച് വട്ടായി എന്ന് പലരും പറയാൻ തുടങ്ങുമെന്ന് ചിന്തിച്ചുകൊണ്ട് ഞാനിങ്ങനെ പാറപ്പള്ളിയിലേക്ക് വരുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു വൈദികൻ്റെ ഒന്ന് കുമ്പസാരിപ്പിക്കുന്നുണ്ട്. ഒരു സഹോദരന് കയ്യിലൊരു ക്രൂശിരൂപമൊക്കെ പിടിച്ച് രംശാപുസ്തകം കൈപിടിച്ച് പള്ളി മുഴുവനും പ്രാർത്ഥനയോടുകൂടി വെഞ്ചിരിക്കുകയാണ്. ഞാൻ ചിന്തിച്ചുകൊണ്ട് വന്നതും ഞാൻ കണ്ടത് ഒന്ന് തന്നെ. പെട്ടെന്ന് ഞാൻ ചിന്തിച്ചു, എനിക്കും ഇത് തന്നെ സംഭവിക്കും. അങ്ങനെ കുമ്പസാരിക്കാനും സാധിച്ചില്ല. കുർബാനയും കഴിഞ്ഞ് ഞാൻ സങ്കീർത്തനം ചെന്ന് അച്ഛനോട് പറഞ്ഞു, അച്ഛൻ എനിക്കൊന്ന് കുമ്പസാരിക്കണം. അപ്പോൾ അവിടെ 2 വൈദികരുണ്ടായിരുന്നു. അതിലൊരു വൈദികനെ എനിക്കറിയില്ല. ആ അച്ഛൻ പറഞ്ഞു, അങ്ങോട്ട് പോക്കോ, ഞാൻ വന്നേക്കാമെന്ന് പറഞ്ഞു. തിരിച്ച് കുമ്പസാരക്കൂട്ട് വന്നിരിക്കുമ്പോഴത്തേക്ക് ആ അച്ഛൻ വന്നു. കുമ്പസാരക്കൂട്ടിലേക്ക് തിരിച്ചൊക്കെ എഴുന്നേറ്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടൻ ആദ്യം വരാൻ പറഞ്ഞു. ഞാൻ കുമ്പസാരക്കൂട്ടിലേക്ക് ചെന്നു പാപങ്ങൾ ഏറ്റു പറയാൻ തുടങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു, പള്ളിയിലേക്ക് വന്നപ്പോൾ ചേട്ടൻ്റെ മനസ്സിൽ ഒരു ചിന്തയുണ്ടായിരുന്നു, അത് ഉപേക്ഷിച്ചേക്കുക, അത് പൈശാചികമാണ്. അവിടുന്ന് കുമ്പസാരത്തിനിടയിൽ തന്നെ അച്ഛൻ ഒരു 5 ബൈബിൾ വാക്യം എനിക്ക് എഴുതി തന്നു. ഞാൻ തിരിച്ച് ഭവനത്തിൽ വന്ന ഭാര്യയോട് ഇക്കാര്യം പങ്കുവച്ചപ്പോഴത്തേക്ക് ഭാര്യ പറയുകയാണ്, ഇന്ന് പല പ്രാവശ്യം പരിശുദ്ധ അമ്മ അടുക്കൽ സാന്നിധ്യമുണ്ട്, ഭയപ്പെടേണ്ട എന്ന് മെസ്സേജ് നൽകിയിരുന്നുവെന്ന്. അങ്ങനെ ഞാൻ പലപ്പോഴും പരിശുദ്ധമ്മയോട് പറഞ്ഞു, അമ്മേ, പല ഭാഗത്തു നിന്നും, സ്വന്തക്കാരിൽ നിന്നും, സുഹൃത്തുക്കളിൽ നിന്നും, അധികാരികളിൽ നിന്നുമൊക്കെ ഈ പോക്ക് ശരിയല്ല എന്ന നിർദ്ദേശങ്ങൾ എനിക്കുണ്ട്. പക്ഷേ ഈ പോക്ക് ശരിയാണെന്ന് അമ്മ തന്നെ എനിക്ക് പറയണം, അത് ഒരു മെത്രാനിൽ നിന്ന് എനിക്ക് കേൾക്കണം. അങ്ങനെ ഞാൻ അതിന് പലപ്പോഴും പരിശുദ്ധമ്മയോട് വാശി പിടിച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മേ, ഒരു മെത്രാനിൽ നിന്നും ഞാൻ പോകുന്ന പോക്ക് ശരിയാണെന്ന് കേൾക്കാൻ എന്നെ അനുഗ്രഹിക്കണം. അങ്ങനെ ഇരിക്കെ തിരുവല്ല രൂപതയുടെ മുൻ മെത്രാനായിരുന്ന അഭിമന്യ തിമോത്തിയസ് പിതാവിൻ്റെ ഇടവകപ്പള്ളി, കോട്ടയം അമ്മയന്നൂർ ദേവാലയത്തിൽ ഇടവകപ്പള്ളിയിൽ ഞാൻ വചനം പ്രഘോഷിച്ചിരുന്ന നാളുകളിൽ 5 വർഷം അടുപ്പിച്ച് വാർഷിക ധ്യാനം കൊടുത്തതാണ്. അങ്ങനെ പിതാവിൻ്റെ 50ാം പൗരോഹിത്യ രചിത ജൂബിലി ആഘോഷിക്കുന്ന സമയത്ത് അവിടുത്തെ വികാരിയച്ഛൻ എന്നെയും അതിന് വിളിച്ചിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ കുർബാനയെല്ലാം കഴിഞ്ഞ് പൊതുസമ്മേളനം നടക്കുകയാണ്. ഞാൻ ഏറ്റവും പുറകെ പോയി ഇരുന്നപ്പം വികാരിച്ചൻ വന്ന് എന്നെ പിടിച്ചുകൊണ്ടുപോയി തലക്കൊണ്ടിരുത്തി. പൊതുയോഗമെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞു, തിരുമേനിയെ കണ്ടിട്ടേ പോകാവുള്ളൂ. ഞാൻ ഓർത്തു, തിരുമേനിയെ ഞാൻ എന്ത് കാണാനാണ്? ഞാൻ ആരാണ് തിരുമേനിയെ കാണാൻ? അല്ലെ തന്നെ ഞാൻ എന്ത് പറയും, ഞാൻ ആരാണെന്ന് പറയും? അങ്ങനെയൊക്കെ ഓർത്ത് ഞാൻ കാണാതെ പോരാൻ വേണ്ടി ആഗ്രഹിച്ചപ്പം വികാരിച്ചൻ വീണ്ടും ഒന്ന് പറഞ്ഞു, തിരുമേനിയെ കാണാതെ പോകരുതേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ രണ്ടും കൽപ്പിച്ച് തിരുമേനി അടുക്കലോട്ട് ചെല്ലുകയാണ്. ചെന്ന ഉടനെ 2 കൈയും നീട്ടി എന്നെ ആലിംഗനം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഏറ്റവും പുറകെ വന്നിരിക്കുന്നതും അവിടുന്ന് വികാരിച്ചൻ തലക്കെ കൊണ്ടിരുത്തുന്നതും ഒക്കെ ഞാൻ കണ്ടു. ഭാര്യ വന്നില്ലേ, മക്കൾ വന്നില്ലേ, ഒറ്റയ്ക്കാണ് വന്ന് താമസിച്ചു പോയത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ കുറേയേറെ ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചു. അതിനുശേഷം ഞാൻ പറഞ്ഞു, പിതാവേ, ഞാൻ ചങ്ങനാശ്ശേരി രൂപതയാണ്. ചങ്ങനാശ്ശേരി രൂപതക്കാരനാണോ? പിന്നെ ഇവിടെ എങ്ങനെയാണ് വന്നത്? ഞാൻ പറഞ്ഞു, വികാരിച്ചനോട് എനിക്ക് പരിചയമുണ്ട്, ഇവിടെ ഞാൻ ധ്യാനിപ്പിച്ചിട്ടുണ്ട്. ആ ധ്യാനഗുരുവാണോ? സന്തോഷമുണ്ട് മകനെ, നീ മുട്ടുകുത്താൻ പറഞ്ഞു.
ഞാൻ പിതാവിൻ്റെ ചേർന്ന് മുട്ടുകുത്തി ഏതാണ്ടൊരു 20 മിനിറ്റ് നേരം എൻ്റെ തലയൊക്കെ 2 കരങ്ങളും വെച്ച് എൻ്റെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചിട്ട് എഴുന്നേൽക്കാൻ പറഞ്ഞു. എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴേ എൻ്റെ കണ്ണിലേക്ക് നോക്കാൻ പറഞ്ഞു. ഞാൻ പിതാവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകാൻ തുടങ്ങി. പിതാവ് പറഞ്ഞു, എന്നെങ്കിലും ഒരിക്കൽ ഞാൻ തന്നെ പറയുകയാണ്, ഇതിൽ നിന്നും പിന്തിരിയണമെന്ന് ഞാൻ തന്നെ പറഞ്ഞാലും നീ പിന്തിരിയരുത്. നീ പോകുന്ന വഴി കർത്താവ് തിരഞ്ഞെടുത്ത വഴിയാണ്. നിന്നെയും നിൻ്റെ കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കും. ഇതിൽ നിന്നും ഒരിക്കലും നീ പിന്തിരിയരുത്. ദൈവം അനുഗ്രഹിക്കട്ടെ മകനെ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ യാത്രയാക്കി. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഞാൻ പിതാവിൻ്റെ ആ പ്രാർത്ഥന ഞാൻ ധ്യാനിക്കാറുണ്ട്. അത് എനിക്ക് നൽകിയ സ്വർഗത്തിലെ പിതാവ് നൽകിയ വലിയ ഉറപ്പായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പരിശുദ്ധ അമ്മയിലൂടെ ദൈവപിതാവിന് നന്ദി പറയുകയാണ്. തൻ്റെ സുവിശേഷ പ്രഘോഷണ വേളകളിൽ അമ്മ സഹായിച്ച വഴികളെക്കുറിച്ച് ഓർക്കുമ്പോൾ ജപമാല പ്രാർത്ഥനയിലൂടെ ശൂന്യമായ മനസ്സിനെ മണിക്കൂറുകൾ നീളുന്ന അർത്ഥവത്തായ പ്രഘോഷണം കാഴ്ചവെക്കുവാൻ അമ്മ ഒരുക്കിയെടുത്ത അനുഭവമാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്. ഒരിക്കൽ ഒരു 8 നോയമ്പിനോടനുബന്ധിച്ച് ഒരു മലങ്കര ദേവാലയത്തിലെ അച്ഛന് കവിയൂർ പള്ളി കോഴഞ്ചേരിക്കടുത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പരിശുദ്ധ അമ്മയെക്കുറിച്ച് മാത്രം ഒരു 1.25 മണിക്കൂർ പ്രസംഗിക്കാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ പ്രസംഗിക്കാം. അങ്ങനെ ഞാൻ വീട്ടിൽ പ്രസംഗിക്കാമെന്ന് പറഞ്ഞ് ഞാൻ വാക്ക് കൊടുത്തു. പക്ഷേ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഞാൻ അന്ന് രാത്രി മുഴുവനും പരിശുദ്ധമ്മയോട് പറഞ്ഞു, അമ്മയെക്കുറിച്ച് വേണം എനിക്ക് പ്രസംഗിക്കുവാൻ. ആ രാത്രി മുഴുവൻ ഞാൻ ജപമാലയിൽ കാഴ്ചവെച്ചു. അമ്മ പറഞ്ഞു, ആ ഇടവക ജനങ്ങളെ മുഴുവനും സമർപ്പിച്ചുകൊണ്ട് മണലെ മുട്ടുകുത്തി ഒരു ജപമാലയിൽ കാഴ്ചവെക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു ജപമാല ആ ഇടവക്കാരെ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് മണലെ മുട്ടുകുത്തി നിന്നുകൊണ്ട് ജപമാലയില്ലേ. രാവിലെ പോകാനിറങ്ങുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവൾ എൻ്റെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു. ഭാര്യ പറഞ്ഞു, കുർബാന കഴിയുമ്പോൾ അച്ഛനെ കൊണ്ട് തലയൊക്കെ വെച്ച് പ്രാർത്ഥിപ്പിക്കണം. അപ്പോൾ പറയേണ്ട വാക്ക് ആ നിമിഷം കർത്താവ് തരുമെന്ന് വാഗ്ദാനമുണ്ട്. ഞാൻ പോയി അവിടെ ചെന്ന് കുർബാന തുടങ്ങി. കുർബാന കഴിഞ്ഞു. ഞാൻ വിരിക്കുള്ളിലേക്ക് ഇന്ന് അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അതുവരെയും എനിക്ക് എന്തു പറയണമെന്നോ ഒരു വചനം പോലും ഒരു വാക്ക് പോലും എൻ്റെ മനസ്സിലില്ല. ഞാൻ ശൂന്യമായിരുന്നു. അച്ഛൻ തലയൊക്കെ വെച്ച് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഒരു സ്വരം എൻ്റെ കാതുകളിലേക്ക് കടന്നു വന്നു. എൻ്റെ അമ്മ ബലിയായില്ലായിരുന്നുവെങ്കിൽ നിനക്ക് മകനെ എന്നെ രക്ഷകനായി കിട്ടുകയില്ലായിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ മൈക്രോഫോണിൻ്റെ അടുത്ത് വന്നു. ഞാൻ കേട്ട വചനത്തെ തുടങ്ങി. എൻ്റെ അമ്മ ബലിയായില്ലായിരുന്നുവെങ്കിൽ മകനെ നിനക്ക് എന്നെ രക്ഷകനായി കിട്ടുകയില്ലായിരുന്നു. അത് പറഞ്ഞുകൊണ്ട് തുടങ്ങി. നിർത്തിയത് 1.5 മണിക്കൂർ കഴിഞ്ഞാണ്. പരിശുദ്ധ അമ്മയെ നന്ദി പറയുകയാണ്. പ്രസംഗം കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ജോസഫൂട്ടി, ഇതുപോലൊരു ടോക്ക് ഈ അടുത്ത കാലത്തെങ്ങും ഞാൻ കേട്ടിട്ടില്ല. എല്ലാറ്റിനും സ്വർഗത്തിന് ഞാൻ നന്ദി പറയുന്നു. സ്വപ്നത്തിലൂടെ പരിശുദ്ധ അമ്മ നിരവധി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന അനുഭവങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് അദ്ദേഹം ഏറ്റുപറയുന്നു. ജീവിത വിശുദ്ധിയുടെ ആവശ്യകത എന്തെന്നും വിശുദ്ധ കുർബാന എങ്ങനെ ഭക്തിയോടെ സ്വീകരിക്കണമെന്നും പരിശുദ്ധ അമ്മ ഇങ്ങനെ അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുത്തു. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജീവിച്ചാൽ അമ്മ നിരന്തരം നമ്മെ സഹായിക്കുമെന്ന് ജോസഫ് കുട്ടിയുടെ ജീവിതം നമുക്ക് മുന്നിൽ സാക്ഷ്യം നൽകുന്നു. പരിശുദ്ധ കുർബാന ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര മടുപ്പായിരുന്നു. എത്ര ഒരുങ്ങി പ്രാർത്ഥനിച്ച് പരിശുദ്ധ കുർബാനയ്ക്ക് പോയിട്ടും അഭിഷേകമായി മാറുവാൻ വലിയ പ്രയാസമായിരുന്നു. അതിനുവേണ്ടി ഞാൻ ഒരിക്കൽ പരിശുദ്ധ അമ്മയുടെ അടുക്കൽ ഒരു ദിവസം മുഴുവൻ മുട്ടുപായി പ്രാർത്ഥിച്ചു. അന്ന് രാത്രിയിൽ അമ്മ അതും എനിക്കൊരു സ്വപ്നത്തിൽ കൂടെ എന്നെ അതിന് അഭിഷേകം നൽകി. ഈശോയുടെ രക്തം വാർന്നൊഴുകുന്ന തിരുമുഖം ഞാൻ കണ്ടു. ആ രക്തം എന്നിലേക്ക് ഒഴുകി ഇറങ്ങുവാനായിട്ട് ഞാൻ ഏറെ ആഗ്രഹിച്ചു. പക്ഷെ അത് സാധിക്കാതെ വന്നു. വീണ്ടും പരിശുദ്ധമ്മയോട് ഞാൻ പരിശുദ്ധമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മ ഈ തിരിച്ചോരയാൽ എന്നെ കഴുകണമേ എന്ന്.
അപ്പോൾ പരിശുദ്ധമ്മ വീണ്ടും എനിക്ക് ഒരു സന്ദേശം നൽകി. ആഴത്തിൽ നീ ആഗ്രഹിക്കുക, ആഴത്തിൽ അനുതപിക്കുക. അങ്ങനെ ആഴത്തിൽ അനുതപിച്ചുകൊണ്ട് വീണ്ടും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ആ സ്വപ്നത്തിൽ കൂടി തന്നെ പരിശുദ്ധമ്മ പറഞ്ഞു, ഈ തിരുമുഖം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നീ ദേവാലയത്തിലേക്ക് പോവുക, നിനക്ക് പരിശുദ്ധ കുർബാന അഭിഷേകമാകും. അത് ഏതാണ്ടൊരു 18 വർഷമായി ഈ സ്വപ്നം നടന്നിട്ട്. അതിനുശേഷം ഇന്ന് വരെയും എനിക്കൊരു കുർബാന പോലും നഷ്ടമായിട്ടില്ല. കണ്ണു നിറഞ്ഞ് അല്ലെങ്കിൽ ഹൃദയം തേങ്ങിയല്ലാതെ പരിശുദ്ധ കുർബാനയെ പങ്കെടുക്കാൻ എനിക്ക് സാധിക്കാതെ വന്നിട്ടില്ല. വിശുദ്ധിയാണ് ദൈവപിതാവ് നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നതെന്ന് പഠിപ്പിക്കുവാനായി പരിശുദ്ധയമ്മ ഒരിക്കൽ സ്വപ്നത്തിലൂടെ എനിക്ക് അറിവ് നൽകി. ഞങ്ങൾ 4 പേരൊരു യാത്ര പോവുകയാണ്. നെൽവയലിൻ്റെ നടുവിലുള്ള വരമ്പത്തോട് നടന്ന് കരയിൽ വന്നപ്പോൾ ആ വഴി 2ആയിട്ട് വേർപിരിഞ്ഞു. എൻ്റെ മുമ്പിലുള്ള 4 പേരും അതിൻ്റെ വലതുവശത്തേക്ക് നടന്ന് മുന്നോട്ട് പോയി. ഞാൻ അവിടെ വന്ന് നിന്നു. അതിനുശേഷം അവിടെ ഒരു പാത്രത്തിൽ വെച്ചിരുന്ന വെള്ളത്തിൽ ഞാൻ എൻ്റെ കൈ കഴുകുകയാണ്. അത് ഉപ്പിലായനിയാണെന്ന് എനിക്ക് മനസ്സിലായി. അവിടുന്ന് വീണ്ടും തിരിഞ്ഞ് ഞാൻ ഇടത്തേക്ക് തിരിഞ്ഞ് ഞാൻ ഒറ്റയ്ക്ക് നടന്നു പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ എന്നെ ആക്രമിക്കാനായിട്ടൊരു മനുഷ്യൻ കടന്നു വന്നു. ഞാൻ ക്ഷമയോടുകൂടി ആ മകനോട് നന്ദി പറഞ്ഞുകൊണ്ട് നടന്നു പോവുകയാണ്. അപ്പോൾ അത് കഴിയുമ്പോൾ ഞാനൊരു സ്വരം കേൾക്കുകയാണ്, നീ നിന്നെ തന്നെ വിശുദ്ധീകരിക്കുക, അതിനുവേണ്ടി അധ്വാനിക്കുക, നീ നിന്നെ തന്നെ ലോകത്തിന് മുമ്പിൽ എളിമപ്പെടുത്തുക, അതിനുവേണ്ടി നീ കഠിനമായി അധ്വാനിക്കുക, അല്ലാതെ നിത്യജീവൻ സമ്പാദിക്കുവാൻ നിനക്ക് സാധിക്കുകയില്ല. ഉണർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും പരിശുദ്ധ അമ്മയോട് ചോദിച്ചു, അമ്മേ, എനിക്കിത് പൂർണ്ണമായിട്ടും മനസ്സിലായില്ല. നീ തിരഞ്ഞെടുത്തിരിക്കുന്ന വഴി ജീവനിലേക്കുള്ള വഴിയാണ്. ആ വഴിയിലൂടെ പോകണമെങ്കിൽ കഠിനമായി നീ അധ്വാനിക്കേണ്ടിയിരിക്കുന്നു. നിന്നെ സഹായിക്കുവാൻ ഞാനും സ്വർഗം മുഴുവനും ഉണ്ട്. പലരും എന്നോട് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ജീവിക്കുന്നത്? ആ ചോദ്യത്തിന് മുമ്പിൽ പലപ്പോഴും ഞാൻ ഉത്തരം മുട്ടിപ്പോയിട്ടുണ്ട്. ഒരു സഹോദരൻ ഒരിക്കൽ സമൂഹത്തിൽ വെച്ച് ഒരിക്കൽ പറയുകയുണ്ടായി, അവൻ ജീവിക്കുന്നത് തെണ്ടിയാണ്. അതിനും പരിശുദ്ധയമ്മ എനിക്ക് മറുപടി പഠിപ്പിച്ചു തന്നു. ലോകത്തിൻ്റെ മുമ്പിൽ നിൻ്റെ ജീവിതം നികൃഷ്ടമാണ്, എന്നാൽ ദൈവത്തിൻ്റെ മുമ്പിൽ അത് അതീവ ശ്രേഷ്ഠമാണെന്ന് നീ അറിഞ്ഞുകൊള്ളുക. ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു, അതിനാൽ ഞെരുക്കം നിനക്ക് ലോകത്തുണ്ടാകും. എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ, വിശുദ്ധിയില്ലാതെ ദൈവത്തെ ദർശിക്കുവാനോ മഹത്വപ്പെടുത്തുവാനോ സാധ്യമല്ല. പരിശുദ്ധയമ്മ നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് വിശുദ്ധിയിലേക്ക് ആഴപ്പെടുവാനാണ്, ലോകത്തെ വെറുക്കുവാനാണ്.